മറ്റുള്ളവരിൽ നിന്നോ വിശ്വാസി സമൂഹത്തെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദുർ റസൂലുള്ളാഹും. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുൻകഴിഞ്ഞു പോയ 1.25 ലക്ഷം അമ്പിയാക്കളും ലോകത്ത് പറഞ്ഞ ഏറ്റവും വലിയ പ്രഖ്യാപനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹയല്ലാതെ മറ്റാരുമില്ല എന്നുള്ളതാണ്. അതിന് സമാപ്തി കുറിച്ചുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് കടന്നു വരുന്നത്. അതാണ് തൗഹീദ് പ്രധാനമാകുന്നതും സുന്നത്ത് നിദാനമാകുന്നതിൻ്റെയും പ്രധാനപ്പെട്ട ഘടകം തന്നെ അതാണ്. അത് മുസ്ലിമിൻ്റെ നെഞ്ചോട് ചേർക്കുന്ന ആദർശമാണ്. റബ്ബിൻ്റെ മുന്നിൽ പ്രതിജ്ഞയെടുക്കുന്ന ഒരു പ്രതിജ്ഞാവചനമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അത് എക്കാലത്തും പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറയേണ്ടുന്ന, പ്രഖ്യാപിക്കേണ്ടുന്ന, എത്രയധികം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഓജസ്സും തേജസ്സും മനസ്സിലാക്കി നെഞ്ചുറപ്പോടുകൂടെ തൗഹീദിന് വേണ്ടി ജീവിക്കുന്നവനെ കൊണ്ട് പോലും 17 തവണ നിർബന്ധമായും റബ്ബ് തആല അത് പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അനിവാര്യതയും അതിൻ്റെ ഗൗരവവും വേണ്ടല്ലോ. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ 1.25 ലക്ഷം അമ്പിയാക്കൾ പറഞ്ഞ ഒരു പ്രഖ്യാപനം തന്നെ അവസാനമായി വന്ന പ്രവാചകൻ എന്തുകൊണ്ട് പറയേണ്ടി വന്നു എന്നുള്ളതാണ്. ആ തൗഹീദിന് ചില വിള്ളലുകളും വിടവുകളും ഉണ്ടാകും. അതുണ്ടാക്കുന്നതിൽ ചിലപ്പോൾ അതുവരെ ഈ തൗഹീദ് പറഞ്ഞ ആളുകളും പ്രഖ്യാപിച്ച ആളുകളും അല്ലെങ്കിൽ അതിൻ്റെ പിൻതലമുറക്കാരും ഒക്കെ ലോകത്ത് കടന്നു വരുന്ന ഒരവസ്ഥാവിശേഷമുണ്ടാകും. അവിടെയൊക്കെ ആവർത്തിച്ച് തൗഹീദിൻ്റെ നൂറും തൗഹീദിൻ്റെ പ്രഭയും അത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഒരു മുദ്രാവാക്യമായി, പ്രമേയമായി ഏറ്റെടുക്കുന്ന ഒരു വിഭാഗം ആളുകളും എക്കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് തന്നെയാണ് ഈ ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിവെച്ച തൗഹീദിൻ്റെ ആദർശത്തിൻ്റെ പ്രബോധന ശിഖ അത് കാലങ്ങൾക്കിടയിൽ അത് അസ്തമിക്കുന്ന, കെട്ടുപോകുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ ആ തീന്താമ്പുകളെ വീണ്ടും ഉയർത്തിയെടുക്കാൻ പ്രവാചകന്മാരെ അല്ലാഹു തആല പറഞ്ഞയച്ചിട്ടുണ്ട്. അതൊരു ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമാണ്. അത് ഇത്രയും ഈറ്റില്ലവും പോറ്റില്ലവുമൊക്കെയായ സ്ഥലത്ത് വീണ്ടും പറയേണ്ടതുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചരിത്രത്തിൻ്റെ വസ്തുത അറിയാത്തത് കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാനും പ്രഖ്യാപിക്കാനും അല്ലാഹ് പറഞ്ഞത് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ അവനിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല എന്നുള്ളതാണ്. അഥവാ ഈ ഒരു പറയലും പ്രഖ്യാപിക്കലും സത്യവിശ്വാസിയുടെ അഭിമാനമായി, ഇസ്സത്തായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ കാണുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹും പരിശുദ്ധമായ തൗഹീദിൻ്റെ പ്രഖ്യാപനവും നമ്മുടെ നെഞ്ചോട് ചേർത്ത് അത് പറയുന്നതിലും പ്രഖ്യാപിക്കുന്നതിലും മുമ്പിൽ നമ്മൾ ഉണ്ടാവണം എന്നുള്ളതാണ്. ആ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കടന്നു വന്ന ജനതയോട് അള്ളാഹ് പറഞ്ഞയച്ച പ്രവാചകനോട് അവിടുത്തെ അനുയായികൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞെടുത്തും അള്ളാഹ് പറഞ്ഞത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅനി ഫൽയസ്തജീബു ലി വൽയുഅ്മിനു ബി ലഅല്ലഹും യർഷുദൂൻ. വഇദാ സഅലക ഇബാദി അന്നി, എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ ചോദിക്കും. ആളുകൾ ആത്മീയ രംഗത്ത് പല വസ്വാസുകൾ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കണം, നബിയെ ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. തേടുന്നവരെന്നെ വിളിച്ച് തേടട്ടെ. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ,
എന്നെ വിളിച്ച് തേടുന്നവർക്ക് ഉത്തരം ചെയ്യാൻ ഞാൻ അവരുടെ സമീപത്തുണ്ട്. കാരണം ഞാനാണ് അവനെ സൃഷ്ടിച്ചവൻ, അവന്റെ ഹൃദയത്തിന്റെ മിടിപ്പറിയുന്നവൻ. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നാം അവനെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, നാം അവന്റെ ജീവനാഡിയേക്കാൾ അവനോട് അടുത്തവനാണ്. അവന്റെ ഹൃദയത്തിന്റെ മന്ത്രങ്ങൾ പോലും അറിയുന്നവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധി പ്രയാസഘട്ടത്തിലും അവൻ എന്നെ മാത്രം വിളിച്ചു തേടട്ടെ, അവൻ എന്നോട് മാത്രം പ്രാർത്ഥിക്കട്ടെ, അവൻ എന്നിൽ വിശ്വാസമർപ്പിക്കട്ടെ, അവർ നേർമാർഗം സിദ്ധിച്ചവരാകും. അതേത് രംഗത്തും, ഏത് പ്രതിസന്ധിയിലും, ഏത് പ്രയാസഘട്ടത്തിലും, യാത്രയിലാവട്ടെ, യാത്രയല്ലാത്ത സമയത്താവട്ടെ, ഇരുളിലാകട്ടെ, വെളിച്ചത്തിലാകട്ടെ, ഏത് പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളിലും ഇൻ തദ്ഉഹും, അതല്ല ഇനി ആ റബ്ബിനെ വിട്ടുകൊണ്ട് നിങ്ങൾ മറ്റൊരാളോട് നിങ്ങൾ തേടുകയാണെങ്കിൽ, അതും അല്ലാഹ് പറഞ്ഞു ഇൻ തദ്ഉഹും. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടും പഠിപ്പിച്ചു തന്നിട്ടും ഏതെങ്കിലും ഒരു പ്രതിസന്ധി പ്രയാസഘട്ടത്തിൽ സമാധാനം തേടിക്കൊണ്ട് നിങ്ങൾ ആരെങ്കിലും വിളിച്ച് തേടിയാൽ ഇൻ തദ്ഉഹും, ഇവിടെ ഇരിക്കുന്ന ഒരുവിധം എല്ലാ മുജാഹിദുകൾക്കും അതിൻ്റെ തഫ്സീർ ഇമാം ഖുർത്തുബി പറഞ്ഞത് മനപ്പാടമായിരിക്കും. എന്തുകൊണ്ടാണ്? അവരാ രീതിയിൽ പഠിച്ചവരാണത്. ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ച് തേടിയാൽ, ഐ ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവാഇബി, ആപൽ ഘട്ടത്തിൽ നിങ്ങൾ അവരെ വിളിച്ച് സഹായം തേടിയാൽ. വലിയ ചർച്ചയാണല്ലോ സഹായം തേടുക എന്നുള്ളതിന്. പ്രാർത്ഥന എന്ന് പറഞ്ഞതാണ് വലിയ വിവാദമായി കൊണ്ടു നടക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നി. ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ച് തേടിയാൽ, അഥവാ നിങ്ങൾ അവരോട് ദുആ നടത്തിയാൽ, പ്രാർത്ഥിച്ചാൽ, ഐ ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവാഇബി, അതിന് മുഫസ്സിരീങ്ങൾ കൊടുത്ത അർത്ഥാണ് നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്ന് പറഞ്ഞാൽ ആപൽ ഘട്ടത്തിൽ നിങ്ങൾ അവരെ വിളിച്ച് സഹായം തേടിയാൽ. ആപൽ ഘട്ടത്തിൽ നിങ്ങൾ അവരെ വിളിച്ച് സഹായം തേടുന്നതിന് പറയുന്ന പേരാണ് പ്രാർത്ഥന. ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ തേട്ടം അവർ കേൾക്കില്ല. വലൗ സമിഉ, ഇനി കേൾക്കുമെന്ന് നിങ്ങൾ വാദിച്ച് സങ്കല്പിച്ചാൽ തന്നെയും, വാദപ്രതിവാദവും ഖണ്ഡനവും മണ്ണനവും ഒക്കെ നടത്തിയിട്ട് നിങ്ങൾ അവര് കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെയും മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, അന്ത്യനാളിൽ നിങ്ങൾ ഈ ചെയ്തത് ശിർക്കാണ്, ആ ശിർക്കിനെ അവർ നിഷേധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ അതിനെന്ത് പേരിട്ടാലും, ഇസ്തിഗാസ എന്ന് പേരിട്ടാലും, ഇസ്തിആനത്ത് എന്ന് പേരിട്ടാലും, ഇസ്തിആദത്ത് എന്ന് പേരിട്ടാലും, ഇസ്തിഷ്ഫാ എന്ന് പേരിട്ടാലും, ആ ബൽഘട്ടങ്ങളിൽ അള്ളാഹുവിന് പുറമെയുള്ളവരോട് നിങ്ങൾ നടത്തുന്ന ആ തേട്ടം മറഞ്ഞ മാർഗത്തിലാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്, അഭൗതികമായ മാർഗത്തിലാണ്. ഏതെങ്കിലും ഒരു ഡോക്ടറോട് മരുന്ന് തരണേ എന്ന് പറയുന്നത് പോലെയല്ല, ഉമ്മാനോട് ചോറ് ചോദിക്കുന്നത് പോലെയല്ല, ഭാര്യയോട് കഞ്ഞി ചോദിക്കുന്നത് പോലെയല്ല, മറിച്ച് അഭൗതിക മാർഗത്തിലാണ്, അദൃശ്യ മാർഗത്തിലാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്, മറഞ്ഞ വഴിയിലൂടെയാണ്. അവിടെ നിങ്ങളെ സഹായിക്കാൻ റബ്ബല്ലാതെ മറ്റാരുമില്ല. അവരെ എങ്ങാനും ആ സമയത്ത് നിങ്ങൾ വിളിച്ച് തേടിയാൽ, ആരെ? കൽ മലായികത്തി വൽ ജിന്നി വൽ അംബിയാഇ വസ്സാലിഹീൻ. അതിൽ അംബിയാക്കൾ പെടും, മലായികത്ത് പെടും, ജിന്ന് പെടും, സ്വാലിഹീങ്ങളായ മറ്റു മഹാന്മാരൊക്കെ പെടും. ഇവരെ ആരെ നിങ്ങൾ വിളിച്ച് തേടിയാലും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ തേട്ടം അവർ കേൾക്കില്ല. ഇനി കേൾക്കുന്നവരുണ്ടായെങ്കിലോ മസ്തജാബു ലക്കും, അവർക്കൊരിക്കലും നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. വയൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്യുന്ന ഈ ശിർക്കിനെ അവർ നിഷേധിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹ് അവസാനിപ്പിക്കുന്നത് ആയത്തെങ്ങനെ? വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ റബ്ബാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. ആ റബ്ബിന്റെ വാക്കാണ് ഇത്. റബ്ബല്ലാതെ നിങ്ങൾക്ക് ഇത്ര കൃത്യമായി പറഞ്ഞു തരാൻ ഒരാളുമില്ല. എത്ര കൃത്യമാണ്! വളരെ കൃത്യമായി, സംശയാസ്പദമായ രീതിയിൽ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വിട്ടോളൂ. ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകും.
ഗവേഷണത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അതിലൊക്കെ ചർച്ചകൾ ഉണ്ടാകും. പക്ഷേ മുവഹിദിന്, മുജാഹിദിന് അവര് മനഃപ്പാടമാക്കി വെച്ച ആയത്തല്ലേ ഇത്. ഈ ആയത്തിൽ അമ്പിയാക്കൾ പെടും. ഇതൊക്കെ ഇൻ തദൂഹും എന്നുള്ള ആയത്തൊക്കെ ഞങ്ങളുടെ പേരിൽ നിങ്ങൾ എന്തിനാണ് മൗലവിമാരെ ഓതുന്നത്? ഇതൊക്കെ ബിംബങ്ങളെ ആരാധിച്ചവരുടെ പേരിൽ അള്ളാഹുവിന്റെ ഖുർആനിൽ ഇറങ്ങിയ ആയത്തല്ലേ എന്ന് ചോദിച്ച സമസ്തക്കാരോട് നമ്മൾ കൊടുത്ത മറുപടി ഇതിൽ അമ്പിയാക്കൾ എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കൾ പെടും. അമ്പിയാക്കൾ മരണപ്പെട്ടു പോയ മഹാത്മാക്കളല്ലേ എന്ന് ചോദിച്ചവരാണ് നമ്മൾ. ആ അമ്പിയാ എന്ന് പറഞ്ഞതിൻ്റെ കൂടെയാണ് ജിന്നുകളെയും മലക്കുകളെയും ശൈത്താനെയും മറ്റുള്ളവരെയും ഒക്കെ പെടുത്തിയതെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികവും അദൃശ്യവുമായ ഏത് ശക്തിയും അതിൻ്റെ നിയമങ്ങൾ, അതിൻ്റെ ഹുക്മ് ഒരേ തലത്തിലാണ് എന്നു മാത്രമാണ് ആമുഖമായി ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വെറുതെ വസ്വാസുകൾ ഉണ്ടാക്കുകയാണ്, വെറുതെ വസ്വാസുകൾ ഉണ്ടാക്കുകയാണ്. ആ വസ്വാസുകളിൽ ഒരിക്കലും ചെന്ന് ചാടിപ്പോവരുതേ. അത് നമ്മുടെ നിർഭയത്വം നഷ്ടപ്പെടുത്തുന്നതാണ്, അത് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നതാണ്. എവിടെയുമൊക്കെ നമുക്ക് നിർഭയത്വം ഉണ്ടാവണോ അവിടെ ഏകനായ റബ്ബിലുള്ള വിശ്വാസമല്ലാതെ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത, റബ്ബേ നീ തന്നതിനെ തടയാനോ നീ തടഞ്ഞതിനെ തരാനോ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല റബ്ബേ എന്ന് റബ്ബിന്റെ മുന്നിൽ നമസ്കാരത്തിന് ശേഷം പ്രതിജ്ഞയെടുത്ത മുഅ്മിനുകളാണ് നമ്മൾ, മുവഹിദുകളാണ് നമ്മൾ. അന്യമായ വസ്വാസുകളിലേക്ക് നമ്മൾ പോവരുത്. മാത്രമാണോ അള്ളാഹുവിന്റെ പ്രവാചകൻ തൗഹീദ് പ്രഖ്യാപിക്കാൻ വേണ്ടി റബ്ബ് പറയുന്ന ആയത്തുകൾ മുഴുവനും നിങ്ങൾ എടുത്തു നോക്കും. അതിൻ്റെ ഒക്കെ അധിക ആയത്തിൻ്റെയും തുടക്കത്തിൽ കാണാം ഖുൽ നബിയെ താങ്കൾ പ്രഖ്യാപിച്ചു കൊടുക്കണം, ഇത് പറയണം, ഇത് പ്രഖ്യാപിക്കേണ്ട ആദർശമാണ്. അതിലൊരു ആയത്ത് എങ്ങനെയെന്നറിയാം നിങ്ങൾക്ക്? ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ ഫഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഖുൽ നബിയെ താങ്കൾ പറയണം, പ്രഖ്യാപിക്കണം, ലൻ യുസീബന, എടോ എനിക്കൊന്നൊരു മുസീബത്തും സംഭവിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, എനിക്കെൻ്റെ റബ്ബ് തീരുമാനിച്ചതല്ലാതെ, എൻ്റെ റബ്ബ് വിധിച്ചതിനപ്പുറത്തേക്ക് ഒരു രീതിയിലും ഒരു വസ്വാസ് കൊണ്ടും ഒരു വിപത്തും ഒരാൾക്കും വരുത്താൻ കഴിയില്ല. ഇല്ലാ മാ കതബല്ലാഹു ലനാ, എൻ്റെ റബ്ബ് എനിക്ക് തീരുമാനിച്ചതല്ലാതെ. ഹുവ മൗലാനാ, അവനാണ് നമ്മുടെ മൗല, അവനല്ലാതെ ഒരു മൗല, ഒരു സഹായി നമുക്ക് ഒരു രംഗത്തുമില്ല, ഒരു പ്രതിസന്ധിയിലുമില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോടുകൂടെ ഞാൻ ഒരു കാര്യം ഇതൊന്നുകൂടി വ്യക്തമാവാൻ നിങ്ങളോട് പറയട്ടെ. സമസ്തക്കാരായ എൻ്റെ സഹോദരങ്ങളെ, മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ഈ തൗഹീദിന്റെ ആയത്തുകൾ പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം സമൂഹത്തോട് ചോദിക്കുന്നുണ്ട്. കൈഫ അൻത തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്? വഫീ ഖൽബിക കം ഇലാഹിൻ, നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളാണ്? കുല്ലു ശൈഇൻ തഅതമിദു വതസിഖു ബിഹി ദൂനല്ലാഹ് ഫഹുവ സനമുക. പ്രതിസന്ധി പ്രയാസഘട്ടം വരുമ്പോ നീ ആ അള്ളാഹുവിന് പുറമെ ആരോടെങ്കിലും അഭയം തേടുന്നുണ്ടോ? ആരിലെങ്കിലും നീ അഭയം കണ്ടെത്തുന്നുണ്ടോ? വഹുവ സ്വനമുക, അത് നിന്റെ വിഗ്രഹമാണ്. ആ വ്യക്തിയെ, ആ ശക്തിയെ, ആ പ്രവണതയെ നീ വിഗ്രഹത്തോടാണ് ആരുപമിക്കുന്നത്, മുഹീദ്ദീൻ ശൈഖ് ഉപമിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർക്കിൽ ഖൽബി, നീ ധാരാളം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നീ ധാരാളം ചൊല്ലുന്നുണ്ട്. ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ, നിന്റെ നാവ് കൊണ്ട് നീ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് ഉണ്ടല്ലോ, ഒരു ഉപകാരവും നിനക്ക് കിട്ടൂല. മാ ശിർക്കിൽ ഖൽബ്, നിന്റെ ഹൃദയത്തിൽ ശിർക്കുണ്ട്. ഏതാണ് ആ ശിർക്ക്? പ്രതിസന്ധി പ്രയാസഘട്ടത്തിൽ നീ അല്ലാത്തവരോട് അഭയം തേടുന്നുണ്ടെങ്കിൽ നീ എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും നിന്റെ ഹൃദയത്തിൽ ശിർക്കുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇജ്അൽ ഖൽബക മസ്ജിദ, നിന്റെ ഹൃദയം നീ ഒരു പള്ളിയാക്ക്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ആ പള്ളിയിൽ അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളെയും നീ വിളിച്ചു തേടല്ല.
ആയത്തോതിയിട്ടാണ് പറയണത്. സാധാരണ സമസ്തക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട്, ഈ ആയത്തൊക്കെ മക്കത്തെ മുശ്രിക്കീങ്ങൾക്കെതിരെ ഇറങ്ങിയത് ഞങ്ങളെ മേൽ നിങ്ങൾ എന്തിനാ ആരോപിക്കുന്നത്? മുഹിയുദ്ദീൻ ഷെയ്ഖ് കമാ ഖാല അസ്സ വജല്ല ഫിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ടാ പറയുന്നത്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, നിശ്ചയം പള്ളികൾ അല്ലാഹുവിൻ്റെതാണ്, പള്ളികളിൽ റബ്ബിനോടൊപ്പം നീ ഒരാളെയും വിളിച്ചു തേടല്ല. പക്ഷെ വിരോധാഭാസം എന്താന്ന് വെച്ചാൽ, ആ പറഞ്ഞ മുഹിദ്ദീൻ ഷെയ്ഖിനെ തന്നെ ആ പള്ളിന്റെ മിഹ്റാബിൽ വെച്ച് തേടും. അത് ഒന്നല്ല, 1000 വട്ടം വിളിക്കും. 1000 വട്ടം അതേ മുഹിദ്ദീൻ ഷെയ്ഖിനെ പള്ളിയിൽ നിന്ന് നിങ്ങൾ അല്ലാത്തവരെ വിളിച്ച് തേടരുത് എന്ന് പറഞ്ഞ ആ മുഹിദ്ദീൻ ഷെയ്ഖിനെ തന്നെ പള്ളിയുടെ മിമ്പറിൽ നിന്നും മിനാരങ്ങളിൽ നിന്നും മുഹിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് തേടുന്നതാണ് നമ്മൾ കാണുന്ന ദയനീയത. അവിടെയൊക്കെയാണ് നമ്മുടെ നിർഭയത്വമുള്ള പരിശുദ്ധമായ ആദർശത്തിൻ്റെ മഹിമ. നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മുടെ നാവ് കൊണ്ട് പറയുമ്പോൾ ആരാധനക്കർഹൻ, വിളിച്ചു തേടപ്പെടാൻ അർഹൻ എൻ്റെ റബ്ബല്ലാതെ എനിക്ക് മറ്റാരുമില്ല എന്നൊരു അടിയുറച്ച ഈമാന് വരുന്നില്ലേ? ആ ഈമാനിലാണ് ചില ആൾക്കാർ ചില വസ്വാസുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അവരോടും അല്ലാഹ് പറയുന്നുണ്ട്, റബ്ബ് പറഞ്ഞത് എന്താണെന്നറിയോ? അല്ലദീന ആമനൂ, ആരാണ് മുഅ്മിനുകൾ എന്നറിയുമോ നിങ്ങൾക്ക്? അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽം, അവരുടെ ഈമാനിൽ ഒരിക്കലും ദുൽമ കലരൂല. ഉലൈക ലഹുമുൽ അംൻ, ദുൽം എന്ന് പറഞ്ഞാൽ എന്താ? ശിർക്കിന്റെ ലാഞ്ചന, ശിർക്കിന്റെ അംശം പോലും അവരുടെ ഈ വിശ്വാസത്തിൽ കലരാൻ പോലും പാടില്ല. ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വം. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗം സിദ്ധിച്ചവർ. ചില ആളുകൾ പറയാറുണ്ട്, എന്തിനത്രങ്ങൾ ഗൗരവം കാണിക്കുന്നത്? അവരൊക്കെ ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ പോരെ, നിങ്ങളിത് ശിർക്കാണെന്ന് പറയുന്നിടത്തല്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ ഇലാഹാക്കലാണോ? ഇതൊക്കെ ഇത്ര ഗൗരവമുള്ളതാണോ? ഞാൻ ഒരൊറ്റ സംഭവം നിങ്ങൾക്കൊക്കെ അറിയാം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരു യുദ്ധത്തിന് പോവാണ്. ആ യുദ്ധത്തിന് പോകുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് നബിയോട് പറയാണ്. എന്താ പറഞ്ഞതെന്നറിയോ? ഇജ്അൽ ലനാ ദാതു അൻവാതിൻ കമാ ലഹും ദാതു അൻവാത്, ഇജ്അൽ ലനാ ദാതു അൻവാത്. അള്ളാഹുവിൻ്റെ റസൂലെ, അഥവാ എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാം, മക്കത്തെ മുശ്രിക്കീങ്ങൾ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഒരു വാള് ഒരു മരത്തിൻ്റെ മേലെ വെറുതെ ഒന്നിങ്ങനെ തൂക്കിയിടും. എന്തിനാ തൂക്കിയിടുമ്പോൾ അവരുടെ വിശ്വാസം, അവര് ആ മരത്തിനോട് പ്രാർത്ഥിക്കുന്നില്ല, ആ മരത്തിനെ ഇലാഹാക്കുന്നൊന്നുമില്ല, ഇങ്ങനെ തൂക്കിയിടും. അവരെ വിശ്വാസം ആ മരത്തിലൊന്ന് തൂക്കിയിട്ടിട്ട് അതെടുത്തിട്ട് പിന്നെ പോയി യുദ്ധം ചെയ്താൽ എന്താണ്? ഒരു ബർക്കത്തുണ്ടാവും. ഇപ്പം നമ്മളെ നാട്ടിലെ ചില മൊയ്ലിയമാരൊക്കെ ഉണ്ടല്ലോ, പരീക്ഷയൊക്കെ ഇപ്പോൾ വരാൻ പോകുന്നു, പബ്ലിക് പരീക്ഷൻ്റെ നേരത്തെ പോലെ ഇങ്ങനെ ഇറങ്ങും. മന്ത്രിച്ച പേനുണ്ട്, ഒന്നിന് 100 റുപ്യുള്ളൂ, അതേറ്റ് എഴുതിയ പരീക്ഷയിൽ വിജയം ഉറപ്പാണ്. കുട്ടികളെ മടിയന്മാരാക്കണ വലിയ തങ്ങന്മാരെ അവസ്ഥയാണിത്. ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ, അത് വേറെ വിഷയം. മന്ത്രിച്ച പേന എന്നതുപോലെ ഇജ്അൽ ലനാ ദാതു അൻവാത്തിം, അവർക്കും ദാതു അൻവാത്ത് എന്നുള്ള മരം ഉള്ളതുപോലെ ഞങ്ങൾക്കൊരു മരം. ഒന്നിനുമല്ല കേട്ടോ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖം ചുവന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വഹാബത്തിനോട് ചോദിച്ചത്, മൂസാ നബിയുടെ ജനത ഇലാഹിനെ ചോദിച്ചതുപോലെ നിങ്ങൾ എന്നോട് ഇലാഹിനെ ചോദിക്കുകയാണോ? മുഹ്യിദ്ദീൻ ഷെയ്ഖ് ചോദിച്ച ചോദ്യമില്ലേ, കൈഫ അൻത തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹിൻ. റസൂലുള്ളാഹി അവരോട് ചോദിക്കുക, മൂസാ നബിയുടെ ജനത ഇലാഹിനെ ചോദിച്ചതുപോലെ നിങ്ങൾ എന്നോട് ഇലാഹിനെ ചോദിക്കുകയാണോ? കാരണം അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത എന്ന ആദർശത്തിനെതിരാണത്. അള്ളാഹുവിൻ്റെ റസൂല് അരുമ ശിഷ്യനും എളാപ്പയുടെ മകനുമാകുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ അടുത്തേക്ക് ഇങ്ങനെ ചേർത്തി പിടിച്ച് പറയുന്ന ഒരു വാക്കില്ലേ, മുജാഹിദുകളെ, മുവഹിദുകളെ, മറക്കാൻ പാടില്ല ഈ ഹദീസ് ഒന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നോ. യാ ഉലാം, കുഞ്ഞുമോനെ, ഇഹ്ഫളില്ലാഹ യഹ്ഫളുക്, അള്ളാനെ സൂക്ഷിച്ച് ജീവിച്ചോ, അള്ള നിന്നെ കാത്തോളൂടാ, അള്ള നിന്നെ കാത്തോളുമടാ. ഇഹ്ഫളില്ലാഹ തജിദ്ഹു തുജാഹക്, എവിടെയും അള്ളാന്റെ നിയമങ്ങൾ അനുസരിച്ച് നീ പോയിക്കോ, അവിടെയൊക്കെ അള്ളാന്റെ സഹായം നിനക്ക് കിട്ടും.
ലവിജ്തമഅൽ ഉമ്മത്തു അലാ അൻ യൻഫഊക ശൈഅൻ ലൻ യൻഫഊക ശൈഅൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക്. ലോകത്തുള്ള മുഴുവൻ ഒരുമിച്ച് കൂടുന്നു നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ. അള്ളാന്റെ തീരുമാനല്ലേ, ഒരാളെ കൊണ്ടും ഒരു ചുക്കും കൂട്ടിയേ പറ്റൂല. ലോകം മുഴുവൻ ഒരുമിച്ച് കൂടുന്നു നിനക്കൊരു ഉപദ്രവം വരുത്താൻ. ലൻ യളുറുക ശൈഅൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു അലൈക്. അള്ളാഹ് തീരുമാനിച്ചതല്ലാതെ ഒരാളെ കൊണ്ടും ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. എന്നിട്ടാണ് പറഞ്ഞത് ഫഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നിനക്ക് സഹായം തേടേണ്ടുന്ന ഏത് അവസരമുണ്ടോ അവിടെ ഫസ്തഇൻ ബില്ലാഹ്, റബ്ബിനോട് മാത്രം സഹായം തേടിക്കോ. വഇദാ സഅൽത ഫസ്അലില്ലാഹ്, ചോദിക്കുകയാണെങ്കിൽ റബ്ബിനോട് മാത്രം ചോദിച്ചോ. ഇതിലും വലിയ നിർഭയത്വമുള്ള മറ്റു വിശ്വാസേതാ? ഇതിലും വലിയ ആദർശമേതാ? ആ ആദർശത്തിന്റെ അനുയായികളായി മാറി എന്നതിൽ അഭിമാനിക്കണം നമ്മൾ. ആ തൗഹീദ് നമ്മുടെ ഇസ്സത്താണ് എന്ന അഭിമാനം നമുക്കുണ്ടാവണം. അതാണ് റബ്ബിന്റെ മുന്നിൽ നമ്മൾ പറഞ്ഞത്, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഞാനൊരു മുസ്ലിമാണടോ, അതുകൊണ്ട് തന്നെ എൻ്റെ ആരാധനകളും എൻ്റെ അനുഷ്ഠാനങ്ങളും എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ കർമ്മങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും റബ്ബിന് മാത്രമേ ഞാൻ സമർപ്പിക്കുകയുള്ളൂ. ഇതാണ് മുവഹിദുകൾക്ക്, മുജാഹിദുകൾക്ക് ഇസ്ലാഹി പ്രസ്ഥാനം നേടിക്കൊടുത്ത ഒരു മഹത്തായ ആദർശം. ആ ആദർശത്തിനാണ് ഇന്ന് കെട്ടുകഥകളിലൂടെയും മായാവി കഥകളിലൂടെയും ആളുകൾ, ചില മുസ്ലിയാന്മാര്, ചില ഉസ്താക്കന്മാര് നടത്തുന്ന ചില മായാവി കഥകളുടെ ഏതെല്ലാം തരത്തിലുള്ള പേടിപ്പെടുത്തലുകളും. ചില മഹാന്മാർക്കൊക്കെ വലിയ കഴിവുകളുണ്ട്. അവരൊക്കെ പാമ്പുകളോട് സംസാരിക്കുന്നവരാണ്, അവരൊക്കെ ആനകളോട് സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ മഹാന്മാർക്കൊന്നും ഈ നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല, വലിയ വലിയ കഴിവുകളുണ്ടെന്ന് വിശ്വസിക്കുന്ന, ഇപ്പം അടുത്തൊക്കെ വലിയ ഖുറാഫാത്തുകൾക്കെതിരെ ശബ്ദിക്കുന്ന മുസ്ലിയാമാരാണെന്ന് വിശ്വസിച്ചിരുന്നവർ പോലും പുതിയ പുതിയ ഖുറാഫാത്തുകൾ, ആരാരും കേൾക്കാത്ത ഖുറാഫാത്തുകൾ പ്രചരിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു മുസ്ലിയാര്, കുറച്ചൊക്കെ തൗഹീദ് പറഞ്ഞു വരുന്ന ഒരു മുസ്ലിയാരാണ് എന്ന് തോന്നിയിരുന്ന ഒരു ഉസ്താദിന്റെ ഒരു പ്രഭാഷണം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഒരു സഖാഫി, അദ്ദേഹം പറയുന്നത് കേൾക്കൂ നിങ്ങൾ. സമീപത്തേക്ക് പാമ്പ് വന്നു, വസ്ത്രത്തിന്റെ ഉള്ളിലേക്ക് കടന്നു, ശരീരത്തിലൂടെ ഇങ്ങനെ നടന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ വന്നിട്ട് കഴുത്തിലേക്ക് വന്നു. അതാ കഴുത്തിൽ ചുറ്റി എവിടെ നിന്നു. ഒരു പകർച്ചയും ഇല്ല. പക്ഷേ മഹാനവറുകൾ സംസാരം മുറിക്കുന്നില്ല, വയല് മുറിക്കുന്നില്ല. അതിങ്ങനെ സംസാരം തുടരാണ്. ഇരുന്ന സ്ഥലവും മാറ്റിയില്ല. പിന്നെ ആ പാമ്പ് അവിടെ നിന്ന് ഇറങ്ങി ഭൂമിയിലേക്ക് ഇറങ്ങി അതേ പാലും കുത്തിയിട്ട് അവിടെ നിന്നു. മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ മുന്നിൽ കുറച്ച് ശബ്ദിച്ചു. പിന്നെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് എന്തോ സംസാരിച്ചു. പങ്കെടുത്ത ഒരാൾക്കും എന്താ പറഞ്ഞത് എന്ന് മനസ്സിലായില്ല. പിന്നെ പാമ്പ് പോയി. ജനങ്ങളെല്ലാം തിരിച്ചു വന്നു. മഹാനവറുകളോട് ചോദിച്ചു, എന്താണത് പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, കാലത്തിലീ, ആ പാമ്പെന്നോട് പറഞ്ഞത്, പല ഔലിയാക്കളെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. ഫലം നിങ്ങളെ പോലെ ഒരു പകർച്ചയുമില്ലാതെ ഇങ്ങനെ ഉറച്ചു നിന്നാരെ ഞാൻ കണ്ടില്ല. അത് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ അതിനോട് പറഞ്ഞു, ചലിപ്പിക്കുന്ന ഒരു ജീവിയല്ലേ നീ, നിന്നെ ഞാൻ എന്തിന് ഭയപ്പെടണം? എന്താ സംഭവം എന്നറിയോ? ഇത് അഹ്സനിമാരൊക്കെ മായാവി കഥകളുടെ ഒരു മാലപ്പടക്കം തന്നെ തീർത്തപ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നിട്ട് പേരോടും ടീമും അതിനെതിരെ വല്ലാണ്ട് ശബ്ദിച്ചപ്പോൾ പേരോടിനെ പിടിച്ചിട്ട് വഹാബിയാക്കി. അപ്പോൾ
ഇല്ല, ഞാനൊരിക്കലും അതായിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇറക്കുമതി ചെയ്യുന്ന പുതിയ ചില മായാവി കഥകളുടെ കോലമാണ് ഈ കാണുന്നത്. ആനകളോടും പാമ്പുകളോടൊക്കെ നിർത്തി സംസാരിച്ച ആ മഹാന്മാരാണ്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളൊക്കെ അവർക്ക് തരണം ചെയ്യാൻ പറ്റും. നിങ്ങൾ അവർക്ക് നേർച്ചയാക്കിക്കോളൂ, എല്ലാത്തിനും അവരിൽ നിന്ന് പരിഹാരമുണ്ട് എന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്ന ചില ആളുകൾ. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ആനകളോട് സംസാരിക്കുന്നവരാണ്, പാമ്പുകളോട് സംസാരിക്കുന്നവരാണ്. ആനകൾക്ക് എന്താണ് കുഴപ്പം? അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ തൊട്ടടുത്ത് പോലും BP അങ്ങാടിയിൽ ഒരാൾ മരണപ്പെട്ടു. ഞങ്ങളുടെ അടുത്ത പ്രദേശമായ മലപ്പുറം ജില്ലയിലല്ലെങ്കിലും തൊട്ടടുത്ത് കൂറ്റനാട് ആനയുടെ ചവിട്ടേറ്റ് മിനിഞ്ഞാന്നാണ്, 4 ദിവസം മുന്നെയാണ് ഒരാൾ മരണപ്പെട്ടു. ഇവരൊക്കെ ഈ ഇല്ലാ കഥകളും കെട്ടുകഥകളും പ്രചരിപ്പിച്ചിട്ട് ആളുകളെ അള്ളാഹുവിൽ നിന്നും മാറ്റിയിട്ട് ഈ അത്ഭുതങ്ങളും കറാമത്തുകളുടെയും പേര് പറഞ്ഞ് മായാവിക്കഥകൾ പ്രചരിപ്പിച്ച് ഈ മഹാന്മാരിലേക്ക് തിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അത് ലക്ഷ്യം വരുമാനമാണ്, ചൂഷണമാണ്. ആ ചൂഷണത്തിനെതിരെ ശബ്ദിക്കേണ്ടുന്നത് നമ്മുടെ ബാധ്യതയാണ്. ഇപ്പോൾ ഈ നടന്ന ഈ നേർച്ച, ആ നേർച്ചയിൽ എങ്ങനെയാണ് ഈ പാവങ്ങളായ ജനങ്ങളെ മാത്രം കുറ്റം പറയാൻ പറ്റുക? ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഒരു നേർച്ചയിൽ പോലും ഒരു ഉസ്താദ് അവിടുത്തെ ആ ആന ചവിട്ടി ഒരാളെ കുത്തിക്കൊന്നു. 4 ദിവസം മുമ്പാണ് കൂറ്റനാട്. അതിനെതിരെ ശബ്ദിക്കാൻ വേണ്ടി അതിനൊക്കെ പണ്ഡിതന്മാരെ നിങ്ങൾ തയ്യാറാവണം എന്ന നിലക്കൊക്കെ ഞങ്ങളൊക്കെ ഒന്ന് അവരോട് പോയിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴാണ് ആ മഹല്ലിൻ്റെ ഖത്തീബിൻ്റെ വീഡിയോ തന്നെ പുറത്തു വരുന്നത്. എങ്ങനെ ഇവർ പറയാണ്, ഞങ്ങൾ അതിനൊന്നും ഉത്തരവാദിയല്ല, അതൊക്കെ നാട്ടുകാർ ചെയ്തു കൂട്ടുന്നതാണ്. പക്ഷെ അവിടുത്തെ ഖത്തീബ് ഈ നേർച്ചയുടെ 1-2 ദിവസം മുന്നേ ഇറക്കിയ ഒരു വീഡിയോ നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. ഒരല്പം വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള കൂട്ടത്തിലാണ് നമ്മൾ ഈ പറയപ്പെടുന്ന ബിരുദധാരികളായ ആളുകളെ കാണുന്നത്. പക്ഷേ അവർ പോലും ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരാൾ നാട്ടിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഖുറാഫാത്തുകൾക്കെതിരെയും ഒന്ന് ശബ്ദിക്കാൻ ഒരുങ്ങിയാൽ അവനെ പിടിച്ച് വഹാബിയാക്കാണ്. മിനിമം അല്ലെങ്കിൽ സുഹാബിയെങ്കിലും ആക്കും. അപ്പോൾ ഒരു പുതിയ സാധനം, സുന്നിമെന്ന് വിടും ചെയ്തു, വഹാബിമക്കേറ്റ് എത്തും ചെയ്തില്ല. അതാണ് സുഹാബി എന്ന് പറഞ്ഞത്. ആ രീതിയിൽ അവരെ മുദ്ര കുത്തപ്പെടുകയാണ്. അപ്പോൾ അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇതിന് പച്ചക്കൊടി കാണിച്ചേ പറ്റൂ. ആ മഹല്ലിൻ്റെ ഖത്തീബിൻ്റെ വോയിസ് നിങ്ങൾ കേൾക്കുന്നു, അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, പാലക്കാട് ജില്ലയിലെ വളരെ പ്രസിദ്ധമായ കൂറ്റനാട്ട് പ്രദേശത്ത് നാനാജാതി മതവിഭാഗങ്ങൾക്കും ആശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും അനുഗ്രഹം ചൊരിഞ്ഞു നിലകൊള്ളുന്ന കൂറ്റനാട് ശുഹദാ മക്കാം ആണ്ടുനേർച്ച ഈ വരുന്ന മകരം 24 ഫെബ്രുവരി 4, 5, 6 തീയതികളിലായി വിപുലമായ പരിപാടികളോടുകൂടി നടക്കുകയാണ്. മജ്ലിസുന്നൂർ ആത്മീയ സംഗമം, മതപ്രഭാഷണം, സലാത്ത് വാർഷികം, അന്നദാനം, ഖത്മുൽ ഖുർആൻ, കൊടിയുയർത്തൽ തുടങ്ങി ധാരാളം പരിപാടികളോടുകൂടി നടത്തപ്പെടുന്ന 3 ദിവസത്തെ ആ മഹാസംഗമങ്ങളിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എല്ലാവരും ഈ സംരംഭങ്ങളോട് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നോക്കൂ നിങ്ങൾ, 4, 5, 6 ആറാം ദിവസമാണ് ആന കുത്തിയത്. 4, 5, 6 മൂപ്പർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ മജ്ലിസുന്നൂറും അഥവാ എല്ലാം കൂടി കണ്ട് കൂട്ടിക്കുഴച്ചേക്കണം. ഷിർക്കും ബിദ്അത്തും അസംസ്കാരിക പ്രവർത്തനങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും. എന്നിട്ട് മൂപ്പർ അതിൻ്റെ കൂടെ മകരവും കുമ്പൊക്കെ പറയുന്നുണ്ട് അല്ലേ? അതെന്താണ്? എല്ലാവരും കൂടിയിട്ട് ഒരു മതസൗഹാർദ്ദമാണെന്നാണ് അതിന് പറയണത്. അതിലെല്ലാവരും കൂട്ടിയിട്ടാണ്. ഇങ്ങനെയാണോ മതസൗഹാർദ്ദം? ആ പാവപ്പെട്ട ജീവി, ഞാൻ ആ വീഡിയോ കാണിക്കാൻ നേരമില്ല, നിങ്ങൾ നോക്കണം. കഴിഞ്ഞ ഈ 6-ാം തീയതി 4 ദിവസമായിട്ടുള്ളൂ. ആ പാവപ്പെട്ട ജീവി അത്രക്ക് ഉപദ്രവിച്ചിട്ടാണ് അത് തിരിഞ്ഞു കുത്തിയത്. ഇന്നലെ എങ്ങാണ്ട് പട്ടാമ്പി നേർച്ചയിലും ഇതുപോലെ സംഭവിച്ചു. ഇതിനെതിരെ ശബ്ദിക്കേണ്ടുന്ന ആളുകൾ പോലും അതിന് പച്ചക്കൊടി കാണിക്കുകയാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും പുറത്തേക്ക് കൊണ്ടുവരികയാണ്. വേറൊരു ഭാഗത്ത് ആത്മീയ ചൂഷണം, ജിന്നുമ്മമാരും ജിന്നു ബീവിമാരും
അതേപോലെ തന്നെ മന്ത്രവാദികളും ഒരു ഭാഗത്ത് കടന്നു കയറുന്നു. ഇവിടെ മുവഹിദുകൾക്ക് വിശ്രമിക്കാൻ സമയമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങൾ അത് നമുക്ക് നിർവഹിക്കാനുണ്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചതും അലി റളിയല്ലാഹു അൻഹു അബുൽ ഹയ്യാജുൽ അസദിയെ ഏൽപ്പിച്ചതുമായ ചില ഉത്തരവാദിത്തങ്ങൾ ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ നടക്കുന്ന മഖ്ബറകൾക്കെതിരെ ശബ്ദിക്കാനാണ്. അത് പൊളിച്ചു നീക്കാൻ നമ്മുടെ കയ്യിൽ ഭരണ നേതൃത്വമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് ഭരണാധികാരികൾ ചെയ്യേണ്ടതാണ്. പക്ഷേ നമുക്ക് മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി ഔ ബിലിസാനിഹി ഔ ബിഖൽബിഹി, നമുക്ക് നാവ് കൊണ്ട് എതിർക്കാം, നമുക്ക് കൈകൊണ്ട് തടയാൻ പറ്റുന്നതിനെ തടയാം. അതുപോലെ തന്നെ ഹൃദയം കൊണ്ട് വെറുത്തിട്ട് ഈ തിന്മയിൽ നിന്ന് മാറി നിൽക്കൽ നമ്മുടെ ബാധ്യതയാണ്. പക്ഷേ ആളുകൾ ഇന്ന് ആ തിന്മകൾക്കെതിരെ മൗനം അവലംബിക്കുന്നു എന്ന് മാത്രമല്ല, 10 കൊല്ലം പള്ളി ദർസിൽ പോയി പഠിച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്ത പണ്ഡിതന്മാർ പോലും അതിന് അനുകൂലമായി സംസാരിക്കുന്നു. മറ്റു ചിലരോ വലിയ തർക്കത്തിലാണ് ആരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന്. ഇത് ഏതെങ്കിലും ചെറിയ കുട്ടികളുടെ ചർച്ചയല്ല. 10 കൊല്ലം പള്ളി ദർസിൽ പോയി പഠിച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്ത പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് തർക്കത്തിലാണ് ആരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന്. നോക്കൂ നിങ്ങൾ, ഈ സമയത്ത് നമ്മിൽ നിന്നുള്ള ചില ആളുകൾക്ക് പോലും ഈ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും കൂട്ടുപിടിക്കാനും അല്ലെങ്കിൽ ഒന്നിച്ചു നിന്ന് ഇതിനെതിരെ പോരാടേണ്ടെന്ന സമയത്ത് പോലും ഈ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാനുമാണ് പലപ്പോഴും അവർ സമയം കാണുന്നത്. വലിയ സങ്കടകരമാണ്. ഓരോ രീതിയിലും ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഓരോ രീതിയിലും ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ ധാർമ്മികമായിട്ട് മുന്നോട്ട് നയിക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഉള്ള വേദികളായിരുന്നു പള്ളികൾ. ആ പള്ളികളിൽ പോലും പ്രയാസങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുക വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ ഉത്തരവാദിത്തം ചെറുതല്ല. ഇപ്പോ നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചയായിട്ട് പൗരോഹിത്യം കൊണ്ടുവരുന്നത് ഒരു കാര്യമുണ്ട്. അതും കൂടി ഞാനൊന്ന് പറയാണ്. സംഘടിത സക്കാത്തുമായി ബന്ധപ്പെട്ട് എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെയോ മിനിഞ്ഞാന്നോ അവസാനിച്ച് നമ്മുടെ തൊട്ടടുത്ത് രണ്ടത്താണിയിലെ ഒരു സ്ഥാപനമുണ്ട്, നുസ്രത്ത് എന്ന് പറയുന്ന APക്കാരുടെ ഒരു സ്ഥാപനം. അവിടെ വെച്ച് മിനിഞ്ഞാന്ന് 9-ാം തീയതി പേരോട് സംസാരിച്ചത് ഈ സംഘടിത സക്കാത്തിനെതിരാണ്. നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയമായ ചില കാഴ്ചപ്പാടുകളോട് വിയോജിപ്പ് കൊണ്ടും അവർ രാഷ്ട്രീയമായിട്ടുള്ള ചില ഐക്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു പക തീർക്കലായിട്ടാണ് അവരിത് പറയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തോ ആവട്ടെ, പക്ഷേ അവർ എറിയുന്ന അമ്പുകൾ അതേതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെയല്ല, അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും കൊണ്ടുവന്ന സംഘടിത സക്കാത്തിനെതിരെയാണ്. അതിനെതിരാണ് അവർ സംസാരിക്കുന്നത്. അവർ പറയുന്നത് ഇത് തട്ടിപ്പാണ്. ആരെങ്കിലും ചില ആളുകൾ അതിൻ്റെ പേരിൽ ചില തട്ടിപ്പുകൾ നടത്തുന്നുണ്ടെങ്കിൽ ആ തട്ടിപ്പുകളെയാണ് ചോദ്യം ചെയ്യേണ്ടത്. സക്കാത്തിൻ്റെ മുതൽ വേറെ ഏതെങ്കിലും വകുപ്പിലേക്ക് തരം തിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാം. അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ഇസ്ലാഹി പ്രസ്ഥാനം എക്കാലത്തും പറഞ്ഞിട്ടുമുണ്ട്. അതേത് കാലത്തും പറയുന്നതാണ്. സംഘടിത സക്കാത്ത്, നമ്മെ ഏൽപ്പിക്കുന്ന സക്കാത്ത് വലിയ അമാനത്തോടു കൂടെ കൃത്യമായിട്ട് അർഹരിലേക്ക് എത്തിക്കേണ്ടതാണ് എന്ന് പറയുന്നവരും അതിൻ്റെ ഗൗരവം ബന്ധപ്പെട്ട കമ്മിറ്റിക്കാരെ ബോധ്യപ്പെടുത്തുന്നവരുമാണ് ഇസ്ലാഹി പ്രവർത്തകർ. കേരള നദ്വത്തുൽ മുജാഹിദീന് സക്കാത്ത് സെല്ലുണ്ട്, ആ സക്കാത്ത് കമ്മിറ്റിയുണ്ട്. കൃത്യമായി ഓരോ മഹല്ലിലും അർഹമായവരെ കണ്ടെത്തിയിട്ടാണ് ആ സക്കാത്ത് കൊടുക്കുന്നത്. എൻ്റെ മുസ്ലിംമാരോട്, പേരോടക്കമുള്ള അബ്ദുൽ ഹക്കീം അസ്ഹരി അടക്കമുള്ള, ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരടക്കമുള്ള ആളുകളോട്, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരാണ് അമ്പെയ്യുന്നതെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്തിനെയാണ് നിങ്ങൾ തകർക്കാൻ ഒരുങ്ങുന്നത്. നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മഹല്ലുകളിൽ വന്ന് നിങ്ങൾ പഠിക്കണം. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മഹല്ലുകളിൽ വന്ന് നിങ്ങൾ പഠിക്കണം. കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ സക്കാത്ത് സെല്ലിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. സംഘടിത സക്കാത്ത് അള്ളാഹുവിൻ്റെ റസൂൽ നിർബന്ധമാക്കിയത് എന്തിനാണ്?
അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചിഹ്നങ്ങളെ ആർക്കെങ്കിലും എതിരുള്ളതിൻ്റെ പേരിൽ നിങ്ങൾ കൊഞ്ഞനം കുത്തരുത്. ആ നാട്ടിലെ അർഹരായ ആളുകളിൽ മുഴുവനും സക്കാത്ത് സ്വീകരിച്ച് അർഹരായ പാവങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് സക്കാത്ത്. നിങ്ങൾ നമസ്കാരം നിലനിർത്തുവീൻ, നിങ്ങൾ സക്കാത്ത് കൊടുത്തു വീട്ടുവീൻ. വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് മുന്നിൽ വരച്ച് കാണിച്ചു തന്നതാണ്. ഞങ്ങളുടെ പ്രമേയവും അതാണ്. തൗഹീദ് പ്രധാനമാകുന്നതോടൊപ്പം തന്നെ സുന്നത്ത് ഞങ്ങളുടെ നിദാനമാണ്. ഇസ്ലാഹി പ്രവർത്തകർ നടത്തുന്ന പ്രവർത്തനമുണ്ടല്ലോ, അതിൻ്റെ മുത്തുനബിയാണ് മാതൃക. ആ മാതൃക ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ആ മുത്തുനബിയുടെ സ്വഹാബത്താണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും ഇതുപോലത്തെ ഒരു വിഭാഗമുണ്ടായി. അവർ പറഞ്ഞു ഞങ്ങൾ സക്കാത്ത് കൊടുക്കില്ല എന്ന്. ആ സക്കാത്ത് കൊടുക്കില്ല എന്ന് അവർ പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവർ മുസ്ലിങ്ങൾ തന്നെയായിരുന്നു, അവരോട് പറഞ്ഞത്, നിങ്ങൾ റസൂലുള്ളാഹിന്റെ കാലത്ത് സക്കാത്ത് കൊടുക്കുമ്പോൾ ഒരു ഒട്ടകത്തിനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒട്ടകത്തിന്റെ മൂക്ക് കയറോടുകൂടെയാണ് നിങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ആ മൂക്ക് കയറോട് കൂടി തന്നെ നിങ്ങൾ സക്കാത്തിൽ നിങ്ങളിൽ നിന്നും ഞങ്ങൾ വാങ്ങും. ഇസ്ലാഹി പ്രസ്ഥാനം നിർബന്ധിച്ച് ഒരാളിൽ നിന്നും സക്കാത്ത് വാങ്ങാറില്ല. അതിന് ഭരണത്തിൻ്റെതായ ഇസ്ലാമിക ഭരണമുള്ള നാടല്ല. പക്ഷേ തരുന്നവരൊക്കെ തന്ന് അത് സ്വീകരിച്ച് അത് ഒരു കൂട്ടമായി പ്രവർത്തിച്ച് ആ നാട്ടിലെ 300 വീട്ടുകാരുണ്ടെങ്കിൽ അതിൽ 100 വീട്ടുകാർ പാവപ്പെട്ടവരും 200 വീട്ടുകാർ സക്കാത്ത് കൊടുക്കാൻ അർഹരുമാണെങ്കിൽ ആ 200 ആളുകളിൽ നിന്നും സക്കാത്ത് വാങ്ങിയിട്ട് ബാക്കിയുള്ള 100 പേർക്ക് ഓരോരുത്തർക്കും അതിൻ്റെ തോതനുസരിച്ച് കൊടുത്ത് ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും അവരെ ശാക്തീകരിച്ചു കൊണ്ടുവന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പാകപ്പെടുത്തലാണ് സക്കാത്ത് കമ്മിറ്റിയുടെ ദൗത്യം. ഇത് നിങ്ങൾക്ക് ചില സമയത്ത് അനുകൂലമാകുമ്പോൾ നിങ്ങളൊക്കെ ഇതൊക്കെ പറയാറുണ്ട്. എന്നാൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ദീനിന്റെ ചിഹ്നത്തെയാണ് നിങ്ങൾ എതിർക്കുന്നത്. ഇപ്പൊ നിങ്ങൾ മർക്കസ് നോളേജ് സിറ്റിയിൽ ഈ സക്കാത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നിങ്ങൾ പറയുന്നൊരു കാര്യം ഹക്കീം അസ്ഹരി തന്നെ പറയുന്നുണ്ടല്ലോ. ഹക്കീം അസ്ഹരി പറയുന്നുണ്ട് അവിടെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അവിടെ സക്കാത്ത് ഏൽപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ അതെന്താണോ, ഒരു വിഭാഗം ഇതിടുമ്പോ ഇതിന്റെ പേര് ബർമൂഡയും മറ്റൊരു വിഭാഗം ഇതിടുമ്പോ അതിന്റെ പേര് നിങ്ങൾ ട്രൗസർ എന്നും പറയുന്നത്? നിങ്ങൾ ആരോടെങ്കിലുമുള്ള വിരോധത്തിന്റെ പേരിൽ എതിർക്കുന്നത് സംഘടിത സക്കാത്തിനെയാണ്. ഹക്കീം അസ്ഹരി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നമ്മുടെ ശരീരത്തെയും ദുഷിപ്പിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുക എന്ന സംവിധാനം വേണം. നോളജ് സിറ്റിയുടെ ക്യാമ്പസിനകത്ത് താമസിക്കുന്നവർ, ഫ്ലാറ്റിൽ താമസിക്കുന്നവർ, അതുപോലെയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ നാട്ടിലെ ആളുകളെ പരിചയമില്ലാത്തതും മറ്റും ഉണ്ടെങ്കിൽ മസ്ജിദിന്റെ പരിസരത്ത് അങ്ങനെ സക്കാത്ത് വിതരണം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, വാങ്ങിയിട്ട് സക്കാത്ത് കൊടുക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഉദിച്ച ബുദ്ധിയാണ്. ഇസ്ലാഹി പ്രസ്ഥാനം കാലങ്ങളായി ചെയ്തു വരുന്നതാണ്. അപ്പൊ സംഘടിത സക്കാത്ത് വലിയൊരു പുണ്യമാണ്. ആ മഹല്ലിൽ ഒരിക്കലും പ്രയാസപ്പെടുന്നവരുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ആരോടെങ്കിലും വെറുപ്പിന്റെ പേരിൽ നിങ്ങൾ അത് ചെയ്യരുത് എന്നുള്ളതാണ്. നിങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനം എന്തെല്ലാം തുടങ്ങി വെച്ചോ അതൊക്കെ പിന്നെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അല്പം വൈകും, നിങ്ങൾക്കതിന് കുറച്ച് സമയമെടുക്കും എന്ന് മാത്രമാണ് അതിനുള്ള കാരണം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇപ്പൊ അടുത്ത കാലത്ത് ഇവിടെ തൃശ്ശൂർ അവരെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആള് ഇംഗ്ലീഷിൽ ഖുതുബ പറയുന്ന ആളാ. ഇസ്ലാഹി പ്രസ്ഥാനം ഈ സമൂഹത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ മുഴുവനും ജനങ്ങൾക്ക് ഖുതുബ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തതുകൊണ്ടാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് സഹോദരങ്ങളെ, പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ഖുറാഫാത്തിന്റെ അഹ്ലുകാർ, അതേപോലെ തന്നെ സൂഫി വക്താക്കൾ നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക ചിഹ്നങ്ങളെപ്പോലും കൊഞ്ഞനം കുത്തിക്കൊണ്ട് സമൂഹത്തിലേക്ക് കടന്നു വരുന്ന അവസരത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആദർശങ്ങളെ ഉറക്കെ പറയാൻ, അത് തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് സുന്നത്തിൻ്റെ ആദർശം ഉറക്കെ പറയാൻ നമ്മൾ മാത്രമാണുള്ളത്. അത് നമ്മൾ നെഞ്ചോട് ചേർക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.